ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന്. ഈ വീഡിയോ കാണുന്ന 100-ൽ 99.9% ആൾക്കാരും സ്റ്റിച്ചിങ് അറിയാവുന്ന ആൾക്കാരായിരിക്കും. അതല്ലെങ്കിൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. ഇതിനു മുമ്പ് ഞാനൊരു സ്റ്റിച്ചിങ് മോട്ടിവേഷൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അത് അത്യാവശ്യം റീച്ചായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് ഒരുപാട് നല്ല കമൻസുകൾ വന്നിരുന്നു. എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പഠിക്കാൻ, എനിക്കിപ്പോഴാണ് സാധിച്ചത് പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഏതോ ഒരു മാഡം, എനിക്ക് പേരറിയില്ല, ഞാനൊരു RCCയിലെ ചികിത്സയിലുള്ള ഒരു പേഷ്യൻ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും എൻ്റെ ചാനലിൽ ആ ഒരു വീഡിയോ എടുത്ത് നോക്കി അതിൻ്റെ താഴെ കമൻറ്റ് കാണാനായിട്ട് സാധിക്കും. എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് സാധിച്ചത്. ഇപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം പഠിക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മെസ്സേജ് ഇട്ടു. ശരിക്കും അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും വിഷമം തോന്നിപ്പോയി കേട്ടോ. അവർക്ക് സുഖമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പം ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു വർഷമൊക്കെ ആയി എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് കമൻസ് ആ വീഡിയോയുടെ താഴെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനോർത്തു ഇത്രയധികം ഇൻട്രസ്റ്റ് ഇതിലുള്ള ആൾക്കാരും ഉണ്ടോ എന്ന്. എനിക്കിതിനകത്ത് ഭയങ്കര താല്പര്യമാണ്, ഈ സ്റ്റിച്ചിങ് അതുപോലെയുള്ള കാര്യങ്ങൾ, ക്രാഫ്റ്റ് ആണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതിലൊക്കെ വലിയ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ഇതുപോലെ തയ്യലിനോട് ഇത്രയധികം ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോയെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അത്രയധികം കമൻസ് ആ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയാൻ വന്നത് അതൊന്നുമല്ല, ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ പറഞ്ഞു എന്നുള്ളൂ. അപ്പം നമ്മൾ പലരും തയ്ക്കാൻ അറിയാവുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ പുതിയ തുണി വാങ്ങുമ്പോൾ ഒരു 1000-1500 രൂപയുടെയൊക്കെ ഒരു അത്യാവശ്യം വിലയുള്ളൊരു തുണി വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പുറത്ത് വേറെ ആൾക്കാരുടെ കയ്യിൽ കൊടുത്ത് തയ്പ്പിക്കും. ചിലപ്പോൾ 500, 600, 800, 850 രൂപ വരെ നമ്മുടെ ഇവിടെയൊക്കെ സ്റ്റിച്ചിങ് ചാർജസ് ഉണ്ട്. 850 രൂപ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു ചുരിദാർ ലൈനിങ് വെച്ച് തയ്ക്കുന്നതിനുള്ള റേറ്റാണ് 850 ഞാൻ തമാശ പറയുന്നതല്ല. അങ്ങനെ തയ്ച്ചുകൊണ്ടിരുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് തയ്ക്കാനായിട്ട് കൊണ്ടു തരാറുണ്ട്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ പകുതി റേറ്റ് പോലും വാങ്ങുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ വീട്ടിലിരുന്ന് തയ്ക്കുന്നതുകൊണ്ട് നമ്മൾ അധികം ഈ അത്രയും റേറ്റിലൊന്നും വാങ്ങാറില്ല. ഒരു ഷോപ്പൊക്കെ ഇട്ടൊക്കെ ആകുമ്പോൾ അതിന് റെൻറ്റ് കൊടുക്കണം, പിന്നെ സ്റ്റാഫിന് കൊടുക്കണം, അങ്ങനെ ഒരുപാട് എക്സ്ട്രാ ചിലവുകൾ വരും. നമ്മൾ വീട്ടിലാവുമ്പോൾ അത്രയും ആവുന്നില്ല. അപ്പം അങ്ങനെ തയ്ച്ചുകൊണ്ട് വരുന്നതും നമ്മൾ തയ്ക്കുന്നതും ഏകദേശം എല്ലാം സെയിം തന്നെയാണ്. എന്നിട്ടും ഇത്രയധികം റേറ്റ് വാങ്ങുന്നത് ഒരു പക്ഷേ അവർ ആ കട നടത്തിക്കൊണ്ട് പോകണതുകൊണ്ടായിരിക്കാം. അതിൻ്റെയും കൂടെ റേറ്റായിരിക്കും, റെൻറ്റും കാര്യങ്ങളൊക്കെ കൂടിയിട്ടായിരിക്കും വരുന്നതും. അപ്പം ഞാൻ അത് താരതമ്യം ചെയ്യാനല്ല പറഞ്ഞത്. നമുക്കിപ്പോൾ അത്യാവശ്യം തയ്ക്കാനൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ തുണികൾ തയ്ച്ചുകൂടാ? വേറൊരാൾ ഇപ്പോൾ അടുത്തുള്ള ആൾക്കാരൊക്കെ തയ്ക്കാൻ കൊണ്ടുത്തരുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ പറ്റില്ല എന്ന് പറയണോ? അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, പുള്ളിക്കാരത്തി എന്താ പറയുക, അത്യാവശ്യമൊക്കെ തയ്ക്കും. പക്ഷെ ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. എനിക്ക് പറ്റുമോ എന്നുള്ള ചിന്താഗതിയാണ്. നല്ല തുണിയൊക്കെ വരുമ്പോൾ പുള്ളിക്കാരത്തി വെളിയിൽ കൊടുത്ത് തയ്പ്പിക്കും. ചീത്ത തുണി, അതായത് നൈറ്റി തുണിയൊക്കെ ഉണ്ടല്ലോ, വില കുറഞ്ഞ തുണി, അങ്ങനെയുള്ളത് വരുമ്പോൾ സ്വന്തമായിട്ട് തയ്ക്കും. അതൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 1000-2000 രൂപയുടെ തുണിയാണെങ്കിലും നമ്മൾ കുറച്ച് സമയം എടുത്തായാലും നമുക്ക് തന്നെ അത് തയ്ക്കാൻ പഠിക്കണം. ഇപ്പോൾ ഒരു ജോർജറ്റിൻ്റെ തുണിയാണ്, ഭയങ്കര പാടാണ്. ഞാൻ സത്യം പറയാമല്ലോ, നേരത്തെ ഞാൻ ഈ ജോർജറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, ഇങ്ങനെ തളർന്ന് കിടക്കുന്ന ടൈപ്പ് തുണികളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും തയ്ക്കില്ലായിരുന്നു. ആകെ തയ്ക്കുന്നത് കോട്ടൻ്റെ തുണികൾ മാത്രമായിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ച് നോക്കി, ഇത് മാത്രം നമ്മൾ തയ്ച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ കസ്റ്റമേഴ്സ് നമുക്ക് കൊണ്ടുതരുന്നതെല്ലാം ഈ കോട്ടൺ തുണികളാവണമെന്നില്ല. ഇങ്ങനെയുള്ള തുണികൾ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കാം. ഇപ്പോൾ ജോർജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോട്ടൺ തുണി അപേക്ഷിച്ച് കുറേ നാളും കൂടെ നിൽക്കുന്ന തുണിയാണ്. ഇപ്പോൾ ഡെയിലി യൂസിനൊക്കെ ആണെങ്കിലും ജോർജറ്റ് പെട്ടെന്ന് അങ്ങ് ചീത്തയാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. കോട്ടൺ തുണികൾ നമ്മൾ വാഷ് ചെയ്യും തോറും ഇതിങ്ങനെ മങ്ങി വരും. എത്ര വില കൂടിയ തുണിയായാലും കുറച്ചിങ്ങോട്ട് കഴിയുമ്പോൾ അത് പഴംതുണി പോലെയാവും അല്ലേ? അപ്പോൾ ഈ ജോർജറ്റിനും അങ്ങനെയുള്ള മെറ്റീരിയലുണ്ടല്ലോ, തളർന്ന് കിടക്കുന്ന, ഒഴുകി കിടക്കുന്ന മെറ്റീരിയൽ, അങ്ങനെയുള്ള മെറ്റീരിയലിന് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു കസ്റ്റമർ
ഈ പറയുന്ന ജോർജറ്റും അല്ല, അതിലും ഒരു സോഫ്റ്റായിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടു തന്നിട്ട് ചേച്ചി തയ്ച്ച് തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം തരില്ല എന്ന് പറഞ്ഞ്, തയ്ച്ച് തരില്ല, ഞാൻ തയ്ക്കാറില്ല ഇങ്ങനത്തെ. അത് കുഴപ്പമില്ല ചേച്ചി, തയ്ച്ചാൽ മതി, ഇത് ബാക്കിയൊക്കെ തയ്ക്കണതല്ലേ, തയ്ച്ചോളാൻ പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 3 മണി വരെ ഇരുന്നിട്ടാണ് ആ ചുരിദാർ തയ്ച്ചത്. അപ്പം നിങ്ങൾ ഓർക്കും ഇത് എന്താണ് ഇതിന് മാത്രം അതിൻ്റെ അകത്ത് പണിയെന്ന് ഓർക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ വിലയുടെ മെറ്റീരിയലൊന്നും അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തുണിയും കുറവായിരുന്നു. ആ ലെങ്ത് ഒപ്പിക്കാനും അതുപോലെ തന്നെ സ്ലീവിനൊക്കെ ആയിട്ട് നമുക്ക് കുറേ പീസുകൾ ജോയിൻ ചെയ്ത് പിടിപ്പിക്കേണ്ടി വന്നു അതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് സമയം നഷ്ടമാണ് അതിൻ്റെ അകത്ത്. ഒരു ചുരിദാറിന് വേണ്ടി ഇത്ര മണിക്കൂർ അതിൻ്റെ അകത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക്, പക്ഷേ ഇത്ര മണിക്കൂർ നമ്മൾ അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തു എന്നും പറഞ്ഞിട്ട് നമുക്ക് ആ മേടിക്കുന്ന കൂലിയിൽ നിന്നും കൂടുതൽ മേടിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ തയ്ച്ചു കൊടുത്തു എന്ന് പറയരുത്. അപ്പം നമുക്ക് അറിയാവുന്ന ഒരു തൊഴിലുണ്ടെങ്കിൽ നമ്മളത് പ്രയോജനപ്പെടുത്തുക. അതിൽ നിന്നൊരു നമുക്കൊരു 10 രൂപ വരുമാനം കിട്ടുമെങ്കിൽ നമ്മളത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കസ്റ്റമറുടെ തയ്ച്ചു കൊടുക്കാൻ പേടിയെന്ന് പറഞ്ഞാൽ നമ്മളത് അവരുടെ തയ്ച്ച് തന്നെയാണ് നമ്മൾ പഠിക്കുകയുള്ളൂ. നമ്മളൊരിക്കലും നമ്മളുടെ ഡ്രസ്സിൽ തയ്ച്ചിട്ട് നമ്മൾ പെർഫെക്റ്റ് ആവില്ല. കാരണം നമുക്ക് നമ്മുടെ കയ്യിൽ തയ്ക്കുമ്പോൾ നമുക്കൊരു പേടി വരില്ല. ഇത് തെറ്റിപ്പോയാലും എൻ്റെ അല്ലേ, പോയാലും കുഴപ്പമില്ല, ആ ഒരു ചിന്താഗതി. അതേ ചിന്താഗതി തന്നെയാണ് നമ്മൾ പഴയ തുണിയിൽ തയ്ക്കുമ്പോഴും. ഒരു പഴയ സാരി എടുത്ത് തയ്ച്ച് നോക്കി, നമ്മൾ അലസമായിട്ടായിരിക്കും തയ്ക്കുകയുള്ളൂ. പക്ഷെ അത്ര ഒരു 250-300 രൂപ മീറ്ററിന് വില, അല്ലെങ്കിൽ ഒരു 500 രൂപ മീറ്ററിന് വിലയുള്ള നല്ല വർക്ക് മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ തയ്ക്കുകയാണെന്ന് വയ്ക്കുക. നമ്മുടെ ഒരു കസ്റ്റമറുടെ നമ്മൾ തയ്ക്കാനായിട്ട് കൊണ്ടുത്തരും. നമ്മളത് തയ്ച്ചു, നമ്മൾ വളരെ ശ്രദ്ധിച്ചേ തയ്ക്കുള്ളൂ. നമ്മളൊരു 50 പ്രാവശ്യം അളവെടുക്കും, 10 പ്രാവശ്യം കട്ട് ചെയ്യാൻ നേരത്ത് നോക്കും. അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുള്ളൂ. കാരണം വളരെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ചെയ്യുള്ളൂ. അങ്ങനെ ശ്രദ്ധിച്ച് ഓരോന്ന് ചെയ്താലാണ് നമുക്ക് ആ ഒരു എന്താ പറയുക, നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് നമ്മൾ അലസമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോവും. അപ്പോൾ മറ്റുള്ളവരുടെ എടുക്കുമ്പോൾ നമ്മളങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യുക. അങ്ങനെ ചെയ്ത് മാത്രമേ നമ്മളിതിൽ പെർഫെക്ഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് ഒരു ചുരിദാർ തയ്ച്ചു, പിന്നെ 2 മാസം കഴിഞ്ഞ് വേറെ ഒന്ന് തയ്ച്ചു, അങ്ങനെ തയ്ച്ച് വരുമ്പോൾ ഒരിക്കലും അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. നമ്മളൊരു കാര്യം തന്നെ എടുത്തു നോക്കി, നിങ്ങളൊരു നൈറ്റി തന്നെയാണ് തയ്ക്കുന്നതെന്ന് വിചാരിക്കുക. ആ നൈറ്റി തയ്ച്ച് നമ്മളൊരു 4-5 അടുപ്പിച്ചങ്ങോട്ട് തയ്ച്ച് നോക്കി, നല്ല കറക്റ്റായിട്ട് വരും. എനിക്കത് അനുഭവമുള്ളതാണ് സത്യം പറഞ്ഞാൽ. നമ്മളൊരു കാര്യം തന്നെ അടുപ്പിച്ച് ചെയ്യുമ്പോൾ നമുക്കതിൽ നല്ല ഒരു എന്താ പറയുക, ഒരു പെർഫെക്ഷൻ നമുക്കതിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചുരിദാറാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ തയ്ച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അടുപ്പിച്ച് നമുക്ക് തയ്ക്കാൻ കിട്ടുവാണെങ്കിൽ കാര്യം പറഞ്ഞ് കിട്ടുവാണെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ തയ്ച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എനിക്ക് അധികം നെക്കുകളും കാര്യങ്ങളൊന്നും അറിയില്ല. എനിക്ക് ആ നെക്കറിയില്ല, ഈ നെക്കറിയില്ല. ഇതൊക്കെ നമ്മൾ ഓരോന്നും ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു കസ്റ്റമർ ഈ കോളർ നെക്ക് തയ്ക്കാനായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. എവിടെയെങ്കിലും ആരെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങളൊരു പഴയ തുണി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പേപ്പറിൽ കട്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ തീരെ അറിയില്ലാത്ത ഒരു പാറ്റേണാണ് നിങ്ങൾക്ക് ചെയ്യാൻ തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ പേപ്പറിൽ കട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം തുണിയിലേക്ക് കട്ട് ചെയ്യുക. അപ്പോൾ സമയം എടുത്തിട്ടായാലും ചിലപ്പോൾ 1 ദിവസം, 2 ദിവസം, 3 ദിവസമൊക്കെ എടുക്കും ചിലപ്പോൾ തയ്ക്കാനായിട്ട്. എന്നാൽ പോലും നമ്മളത് പറ്റില്ല എന്ന് പറയരുത്. പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ തോറ്റുകയാണ് ചെയ്തത്. നമുക്കറിയില്ലാത്ത കാര്യങ്ങൾ കണ്ടെത്തി പഠിക്കുകയാണ് നമ്മൾ വേണ്ടത്. അല്ലാണ്ട് അറിയുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിലും നല്ലത് പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. അതാണ് വേണ്ടത്. മടി വിചാരിച്ചുകൊണ്ടിരിക്കരുത്. റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറായെങ്കിൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടുകയുള്ളൂ. അല്ലാണ്ട് നമ്മുടെ ആ ഒരു സേഫ് സോണിൽ നിന്നുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക, ഈ വട്ടം വരച്ചതിൻ്റെ ചുറ്റും കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങും എത്തില്ല. അപ്പോൾ പലതും കണ്ടുപിടിച്ച് നോക്കി സെർച്ച് ചെയ്ത് പഠിച്ചാൽ പിന്നെ നമ്മൾ ഒരിക്കലും അത് അവിടെ നിന്ന് മറന്നു പോവില്ല. നമ്മൾ ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടൊരു കാര്യം പഠിക്കില്ലേ, അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും അത് മറന്നു പോവില്ല.
അപ്പോൾ അങ്ങനെ അത് അപ്പോൾ ഞാൻ തന്നെ ഒരു പറഞ്ഞു 2-3 വരുന്നത്, പ്രാവശ്യം ചെയ്ത് റിസ്ക് കഴിയുമ്പോൾ ആ എടുക്കാൻ പാറ്റേൺ നമുക്കത് ഓക്കെ, ഒരു തയ്യാറായിട്ടുള്ളവർ കുഴപ്പമില്ല. പിന്നെ മാത്രമേ നമ്മൾ ജീവിതത്തിൽ ഏത് അളവ് തന്നാലും വിജയിച്ചിട്ടുള്ളൂ എന്നാണ്. നമുക്കത് ചെയ്യാൻ അപ്പം പാകത്തിന് നമ്മുടെ നമുക്കത് നമ്മുടെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അയൽവക്കംകാരാണെങ്കിലും ഒരു അതിനുള്ള പഴയ മനസ്സും കൂടെ നമ്മൾ തുണിയാണെങ്കിലും ഒരു വിചാരിക്കണം. പഴയ അതിനുള്ള സാരി റിസ്ക് കൊണ്ട് എടുക്കാൻ കൂടെ നമ്മൾ തരികയാണെങ്കിൽ പോലും തയ്യാറാവണമെന്ന് മാത്രമേ നിങ്ങളത് ഉള്ളൂ. ഒരു പുതിയ തുണിയോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ വളരെ ഇതായിട്ടിരുന്ന വളരെ എന്താ പറയുക, നന്നായി തന്നെ അത് തയ്ച്ചു കൊടുക്കുക. സാരിയാണല്ലോ ഇങ്ങനെയൊക്കെ മതി എന്നുള്ള രീതിയിൽ തയ്ക്കാതെ അതൊരു പുതിയ തുണിയാണെന്നുള്ള രീതിയിൽ നിങ്ങൾ തയ്ച്ചു കൊടുക്കുക. കാരണം അത് നമ്മുടെ തുണിയല്ല, മറ്റുള്ളവരുടെ തുണിയാണ്. അപ്പോൾ ഒരു പുതിയ തുണിയിൽ എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതുപോലെ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർ വീണ്ടും കൊണ്ടുത്തരും. ഇപ്പോൾ ഒരു നല്ല പൂക്കളൊക്കെയുള്ള ഒരു സാരി നിങ്ങൾ വിചാരിക്കുക, മനസ്സിൽ വിചാരിച്ചാൽ മതി. ആ സാരി കൊണ്ടുവന്നിട്ട് നല്ലൊരു ഫ്രോക്ക്, അടിയിൽ നല്ല ഫ്രില്ലൊക്കെ വെച്ചിട്ട് നല്ല പഫ് സ്ലീവൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്രോക്ക് തയ്ക്കാനായിട്ട് കൊണ്ടുത്തരികയാണ്. നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കുക, വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. നമ്മൾ യൂട്യൂബൊക്കെ നോക്കി നല്ല പേപ്പറിലൊക്കെ ഒന്ന് വെട്ടി ഒരു കണക്കിന് നല്ല പെർഫെക്റ്റായിട്ട് തയ്ച്ചു കൊടുത്ത് നോക്കി ആ ഒരു സാരി കൊണ്ട് തയ്ച്ച ആ ഒരു ഉടുപ്പ്, വെറുതെ കിടന്ന ആ ഒരു സാരിയും കൊണ്ട് തയ്ച്ച ആ ഒരു ഉടുപ്പ് അത്ര മനോഹരമായിട്ട് ഇട്ടുകൊണ്ട് പോകണത് കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിനൊരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ അത് കാണുമ്പോൾ അയ്യോ ആ സാരി വെട്ടി തയ്ച്ചതാണോ, എത്ര ഭംഗിയായിട്ടുണ്ടല്ലോ എന്ന് ആൾക്കാർ ചിന്തിക്കും. ഒരു പുതിയ ഡ്രസ്സ് ഒരു പുതിയ തുണിയിൽ തയ്ക്കണേക്കാളും നമ്മളിതുപോലുള്ള സാരികൾ അങ്ങനെയുള്ള ഈ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഐഡിയകളൊക്കെ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതിലും നമുക്ക് എന്താ പറയുക, അതിലും നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടും. നമുക്ക് സ്റ്റിച്ചിങ്ങിൽ പൈസയാണല്ലോ നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം. ഇതിപ്പോൾ പുതിയ തുണിയിൽ തയ്ച്ചാലും പഴയ തുണിയിൽ തയ്ച്ചാലും നമുക്കവർ കൂലി തരും ഇല്ലേ. അപ്പോൾ ഒരു പഴയ തുണി എങ്ങനെ മനോഹരമാക്കി എടുക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് ഈ സെർച്ച് ചെയ്ത് നോക്കുക. യൂട്യൂബിലൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ വീഡിയോസൊക്കെ ഉണ്ട്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് കാട് കയറിപ്പോയി. ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്, ഇപ്പം എന്താണ് പറഞ്ഞത് എന്നൊന്നും എനിക്ക് വലിയ നിശ്ചയമില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, നമുക്കൊരു പുറത്തുനിന്ന് ഒരാൾ തയ്ക്കാനായിട്ട് കൊണ്ടു തരുമ്പോൾ നമുക്കത് എത്രത്തോളം ഭംഗിയാക്കി കൊടുക്കാൻ പറ്റുന്നുവോ അവിടെയാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും വേണ്ടാന്ന് പറയരുത്, എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കരുത്. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. നമ്മൾ ആ നിന്നിടത്ത് നിന്ന് കറങ്ങുകയുള്ളൂ. ഒരിക്കലും നമുക്കങ്ങോട്ട് ഒരു സ്റ്റെപ്പും കൂടെ മുന്നോട്ട് വെക്കാനായിട്ട് സാധിക്കില്ല. നമുക്കൊരിക്കലും നമ്മുടെ തുണിയിൽ തന്നെ പഠിക്കാനായിട്ട് പറ്റില്ല. കാരണം ആ മാതിരി അത്രയും തുണിയൊന്നും നമുക്ക് മേടിച്ച് ഓരോ പാറ്റേണിലുള്ള ഡ്രസ്സുകൾ തയ്ച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ്. അപ്പോൾ മറ്റുള്ളവർ കൊണ്ട് തരുമ്പോൾ അത് നമ്മൾ മേടിക്കുക. ഇനിയിപ്പോൾ അതിന് തയ്യൽ കൂലി കുറച്ച് കുറവാണ് തന്നെങ്കിലും വേണ്ടില്ല, നമ്മളത് മേടിച്ച് തയ്ച്ച് നമുക്ക് മാക്സിമം നമുക്കതിൽ എത്രത്തോളം പെർഫെക്ഷൻ കൊടുക്കാൻ പറ്റുമോ അതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കത് കണ്ട് ഇപ്പോൾ ഒരാൾ ഇട്ടുകൊണ്ട് പോണ ഒരു ഡ്രസ്സ് കണ്ടിട്ടായിരിക്കണം വേറൊരാൾ അതെവിടെയാണ് തയ്ച്ചതെന്ന് ചോദിക്കുക. ഇപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഒരു സാരി ബ്ലൗസ് ഡിസൈൻ ചെയ്തേക്കണ കണ്ടിട്ടായിരിക്കാം അടുത്ത ആൾ എന്നാൽ എൻ്റെ കല്യാണത്തിന് അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് അവിടെ കൊടുക്കാം എന്ന് കരുതുന്നത്. അപ്പോൾ അങ്ങനെ ഈ നമ്മുടെ ഈ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം ഓർഡേഴ്സുകൾ കിട്ടും, നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ മടി വിചാരിച്ചിരുന്നാൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും കഴിവുകളുണ്ട്, പക്ഷേ പേടിയാണ് ചെയ്യാനായിട്ട്. തെറ്റിപ്പോവുമോ എന്നുള്ള ഭയമാണ്. തെറ്റിപ്പോയാൽ ആളുകൾ എന്ത് പറയും, അല്ലെങ്കിൽ അവർ ചീത്ത പറയുമോ, അവരുടെ മുഖത്ത് നോക്കണ്ടേ. അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും കസ്റ്റമേഴ്സിനെ നമ്മൾ ഡീൽ ചെയ്യണ്ടേ. ഇപ്പോൾ ഒരു കടയാണ്, ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിയാണെങ്കിൽ പോലും അവരുടെ മുകളിലുള്ള ആൾക്കാർ അവർ ചീത്ത പറഞ്ഞാൽ അവർ കേൾക്കേണ്ടതാണ്. അപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് ഇതെന്ന് കരുതുക. നിങ്ങൾ ഒരാൾ എന്തെങ്കിലും മുഖം കറുത്ത് പറഞ്ഞു എന്നും കരുതിയിട്ട് അതവിടെ വെച്ച് നിർത്തേണ്ട കാര്യമില്ല. നമ്മൾ അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോവുക. അതൊരു പാഠമായിട്ട് നമ്മൾ കണ്ടിട്ട് അവിടെ നിന്ന് മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പുറകോട്ട് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല, മുന്നോട്ട് തന്നെ പോവുക. എന്ത് തന്നെ വന്നാലും ഞാനിത് കണ്ടിന്യൂ ചെയ്ത് പോകും എന്നുള്ള നിലയിൽ പോവുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഞാൻ ഇതൊക്കെ പലതും
എൻ്റെ ഓരോരോ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് എനിക്ക് എൻ്റെ കമൻസിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും മടിയൊക്കെ കളഞ്ഞ് അവനവൻ്റെ കാര്യം അവനവൻ അറിയാവുന്ന തൊഴിൽ ചെയ്യുക. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ അറിയാവുന്നത് അത് ചെയ്യുക. മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.